If you are taking a decision when you are not sure, when you are in doubt, when you don't have a clarity, it is likely to create harm. നമസ്കാരം, എല്ലാവർക്കും മനോലയത്തിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴും വരാറുണ്ടല്ലേ? ഇങ്ങനെ തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണ്, നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആണ് നമ്മളെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം നമ്മുടെ ഹേറ്റ്രെഡിൻ്റെ പുറത്തായിരിക്കാം, നമ്മുടെ ആങ്കറിൻ്റെ പുറത്തായിരിക്കാം, നമ്മുടെ ഗ്രീഡിൻ്റെ പുറത്തായിരിക്കാം, നമ്മുടെ പല അങ്ങനത്തെ ഉള്ളിലെ പല വികാരങ്ങളിലൊക്കെ കൺഫ്യൂഷൻ്റെ പുറത്തായിരിക്കാം നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. ആ എടുക്കുന്ന തീരുമാനം ഒരു ഇമ്പൾസീവ് തീരുമാനമായാൽ കാര്യങ്ങളെല്ലാം തെറ്റും. അപ്പോൾ എൻ്റെ പല കോച്ചിങ്ങിലെ പല ക്ലയൻസും എൻ്റെ അടുത്ത് ചില സാഹചര്യങ്ങളിൽ ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് അവസ്ഥ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, കലങ്ങിയിരിക്കുന്ന വെള്ളമാണ്, അത് കുറച്ച് സമയം കൊടുത്താൽ അതിലെ മഡെല്ലാം സെറ്റിലാവും. ആ സെറ്റിലാവുന്ന സമയത്താണ് ക്ലാരിറ്റി ഉള്ളത്. ഒരു 3-4 ദിവസം കഴിഞ്ഞ്, അതല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് 2-3 മാസം കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കുക. അതുവരെ ഒന്നും മിണ്ടാതെ വെയിറ്റ് ചെയ്യാനാണ് പറയാറ്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ എന്താണ്, ഇഫ് യു ഡോണ്ട് ഹാവ് എ ക്ലാരിറ്റി, ഇഫ് യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് ഡൗട്ട്, ജസ്റ്റ് റിമെയിൻ സൈലൻറ്റ്, ഡോണ്ട് ഡു എനിത്തിങ് എന്നുള്ളതാണ്. നമുക്ക് വളരെ എന്താ പറയുക, എഫക്റ്റീവായിട്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നമുക്കത് കാണാൻ പറ്റും അല്ലേ? യുദ്ധം വന്നപ്പോൾ എല്ലാവരും പാനിക്കായി, പാനിക് സെല്ലിംഗ് ഉണ്ടായി ഷെയർ മാർക്കറ്റിൽ. ആ സമയത്ത് ആ ഇമ്പൾസീവ് ഡിസിഷൻ എടുക്കാൻ കാര്യം നമ്മുടെ പേടിയാണ്, പൈസ പോകുന്നുള്ളത്. അപ്പോൾ ആ സമയം ഇറ്റ് ഇസ് ബെറ്റർ ടു റിമെയിൻ സൈലൻറ്റ്. കുറച്ച് നാൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്. അതാണ് ഹിസ്റ്ററി പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതൊരു കറക്റ്റായിട്ടുള്ള എക്സാമ്പിൾ അല്ല, എന്നാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണത്. അതേപോലെ തന്നെ നമ്മളെല്ലാം എടുക്കുന്ന ഡെസിഷൻ പുറത്തുള്ള ആൾക്കാരെ അല്ല ബാധിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് രണ്ടാമത്തെ ലൈനിൽ ഈ കോട്ടിൽ പറയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളുടെ ദേഷ്യം മറ്റുള്ളവരെയാണ് ഹനിക്കുന്നത്. അല്ല, നമ്മളുടെ ദേഷ്യം നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്, നമ്മുടെ വെറുപ്പ് നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആങ്കർ, റിസെൻമെൻറ്റ്, ഗിൽട്ട് എന്നൊക്കെ പറയുന്ന എന്താ പറയുന്നത്, ഈ ഇമോഷൻസ് എല്ലാം ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് ആ ഇമോഷൻസ് വെക്കുന്ന വ്യക്തികളെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു വികാരവും, അങ്ങനത്തെ ഒരു വികാരവും മനസ്സിൽ വെക്കാതെ ഫ്രീ ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.